അപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ ഗുരുവായൂർ കല്യാണത്തിന് പോയി. ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കാറ് നിർത്തി ഗ്ലാസ് താക്കാൻ പറ്റില്ല, പേടിയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് കൊണ്ടുപോകുന്ന ആൾക്കാർ. മമ്മൂക്കി ഒരു 3-4 പേരുണ്ട്. മമ്മൂക്കാന്ന് വിളിച്ചു. പുള്ളി ഇത് കേട്ട ഒരു ഭാവം പോലും നടിച്ചില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയാൻ പോണ ഫുള്ള് കേട്ടോളൂ. പുള്ളി കേട്ടു എന്നുള്ളൊരു സംഗതി നടിച്ചു. ഞങ്ങൾ കുറേ വിളിച്ചു. അപ്പം മോനും ഒക്കെ മോനും ചെറിയ കുട്ടിയാണ്, 3-4 വയസ്സായിട്ടുള്ളൂ. അല്ല മമ്മൂക്ക അവിടെ ഉണ്ട്, ഫോട്ടോ എടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട, ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു ഇല്ല വേണ്ട കുഴപ്പമില്ല വേണ്ട. അപ്പോൾ ഇങ്ങനെ മനസ്സിങ്ങനെ മാറി തുടങ്ങിട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ല മമ്മൂക്ക വിളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ഞെട്ടിപ്പോയി, മമ്മൂക്ക വിളിക്കേ. അപ്പോൾ ഞങ്ങൾ എന്നാൽ വാറുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കാരണം എത്ര എക്സൈറ്റഡ് ആണ്. കാരണം മമ്മൂക്കനെ പോലെ ഇത്ര വലിയ ഒരു മനുഷ്യൻ, അതായത് ലാലേട്ടനാണെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ വലിയൊരു മനുഷ്യൻ. അപ്പം നമുക്ക് ഭയങ്കര ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്ത സംഭവം. നമസ്കാരം. സംഗതി ഇപ്പോൾ നിങ്ങൾ കണ്ട ക്ലിപ്പ് മലൈക്കോട്ടെ വാലിബൻ്റെ ആ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ആണെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈയിടെ അടുത്ത് സുരേഷ് ഗോപി സാറിൻ്റെ മോളുടെ കല്യാണം നടന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംഗതി റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. അതായത് നിങ്ങൾ എത്ര പേര് കണ്ടെന്നറിയില്ല, ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഈ ഗുരുവായൂർ അമ്പലത്തിൽ ലാലേട്ടനും മമ്മൂക്കയും വന്ന സമയത്ത് ലാലേട്ടനെയും മമ്മൂക്കിനെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ആരാധിക്കുന്ന, താരാരാധന തലയ്ക്ക് പിടിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ ലാലേട്ടനെയും മമ്മൂക്കനെയും കാണാൻ വന്ന സമയത്ത് തലയ്ക്ക് പിടിച്ചവരോട് ഞാൻ അവിടെ അവർ കളിയാക്കല്ല കേട്ടോ, കളിയാക്കിയതല്ല. പക്ഷേ അതൊരു എന്താ പറയുക, നിങ്ങൾക്ക് ആ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും. അതായത് അവർ ലാലേട്ടനെയും മമ്മൂക്കനെ ഒരു നോക്ക് കാണാൻ വന്നു. കാരണം അവർ ഒരുപാട് ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ എന്നല്ല, ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുമ്പോൾ മലയാളത്തിലെ 2 ബിഗ് ഗെയിംസ് ആണ്. അത്രയധികം അവർ ആരാധിക്കാത്തവരില്ല. എനിക്ക് പേഴ്സണലി മമ്മൂക്ക റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ട്, ഞാൻ അതും പറയാം ഇതേ സിറ്റുവേഷനിൽ കേട്ടോ. അപ്പോൾ അവർ ലാലേട്ടനെ ഇവർ കാണാൻ വന്ന സമയത്ത് മമ്മൂക്ക ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വണ്ടി കയറിയപ്പോൾ മമ്മൂക്ക കൈകൊണ്ട് കാണിച്ചു. പക്ഷേ ലാലേട്ടൻ ഇവരെ മൈൻഡ് പോലും ചെയ്തില്ല എന്നിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആ ക്ലിപ്പ് ആദ്യം ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഒന്ന് കാണാം. മനസ്സിലായ നമുക്ക് ക്ലാസ് താത്തിട്ട് കൈ കാണിക്കൂലേ? ലാലേട്ടൻ കൈ കാണിച്ചില്ല. നോക്കി ചിരിച്ചിട്ട് പോയേ. പക്ഷെ മോഹൻലാൽ ഗ്ലാസ് ഞങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല. മനസ്സിലായ ഞങ്ങളെ നോക്കാനൊരു അവസരം ഉണ്ടാക്കിയില്ല. ഞങ്ങൾ പാവം ജനങ്ങള്, ഞങ്ങളൊക്കെ ഇങ്ങനെ സിനിമ ഉണ്ടാവോ? ഈ വീഡിയോ ലാലേട്ടൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെയല്ലേ സാധാരണക്കാരായ ഞങ്ങള് പാവം ജനങ്ങള്, സ്ത്രീകള്, ഞങ്ങൾക്ക് ഇങ്ങനെ ലാലേട്ടനെ കാണാൻ പറ്റുമോ? അതിനു വേണ്ടി ഞങ്ങൾ വന്നു പോയിട്ട് ലാലേട്ടനെ അവിടെ വന്നിട്ട് ഒന്ന് കൈ വീശിയാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായില്ല. അത്രയും സങ്കടകരായി ലാലേട്ടൻ ഇങ്ങനെ ചെയ്തത്. ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല ലാലേട്ടൻ ഇങ്ങനെ ചെയ്തു. സെക്യൂരിറ്റി ചവിട്ടി എന്റെ കാലപ്പൊരുതാക്കി ലാലേട്ടനെ കാണാൻ വേണ്ടിട്ട് വന്നു. ലാലേട്ടൻ ഗുരുവായൂർ വരണം. ഗുരുവായൂർ വന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ, ഇവരെ പ്രേക്ഷകരെ മുഴുവൻ കാണാനുള്ള അവസരം ലാലേട്ടൻ സൃഷ്ടിക്കണം. ഈ സ്ത്രീകളുടെ ഈ സങ്കടം, സ്ത്രീകളുടെ ഈ ആരാധകരുടെ സങ്കടം ലാലേട്ടൻ മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ ഗുരുവായൂർ വരണം. അതൊരു സന്തോഷമായ അല്ലേ? ലാലേട്ടൻ ഗുരുവായൂർ വരണം എന്നാണ് പറയുന്നത്. ഇത്രയും സ്ത്രീകളെ ഗുരുവായൂർ വരണം. ഇവരുടെ മുന്നിൽ കാണാൻ വേണ്ടി കാത്തിരുന്ന ഈ ലെവലാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. അതായത് അവർ പറഞ്ഞത് പിന്നെ ലാലേട്ടൻ ഇനി ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് ലാലേട്ടൻ ഗുരുവായൂർ വന്ന് ഇനി അവരെ കാണണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊക്കെ വെറും കോമഡി ആയിട്ട് തോന്നി. കാരണം വെച്ചാൽ ആവട്ടെ, ചിലപ്പോൾ അപ്പത്തെ ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ സംഭവം എന്താ അറിയോ, ഇത് ശരിക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ടുണ്ട്.
ഇതുവരെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ട് നിങ്ങൾക്കറിയാം 2-3 ഷോർട്സ് ഞാനും ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ മിണ്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. അല്ല, വേറെ കാര്യം സംശയം എന്താ അറിയോ, ഇപ്രാവശ്യം ഞാൻ അങ്ങനെ കണ്ട പോലെ എനിക്ക് തോന്നിയിട്ടോ, ഇനി തോന്നിയതാണോ അറിയില്ല, എവിടെ ക്ലിപ്പ് കണ്ടത് എനിക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാനോ അത് ക്ലിപ്പ് ഇടാനോ കഴിയുന്നില്ല. അതായത് ഇപ്രാവശ്യം ലാലേട്ടൻ ഗുരുവായൂർ വന്ന സമയത്ത് ഹോട്ടലിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ആൾക്കാരോടൊക്കെ കൈകൊണ്ടൊക്കെ കാണിക്കുന്ന പോലെ കാണിച്ചിട്ട് ഇറങ്ങി പോകുന്നൊരു ഇത് കണ്ടു. ഞാൻ 2-3 ക്ലിപ്സ് ഞാൻ അങ്ങനത്തെ കണ്ടു. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇവരുടെ ഒന്നും മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. കാരണം അവരൊക്കെ ജാടാന്നല്ല പറയുന്നത്, ജാടാന്നല്ല ഞാൻ വിമർശിക്കുന്ന സമയത്തും ജാടാന്ന് പറഞ്ഞിട്ടല്ല ഞാൻ വിമർശിച്ചിട്ടുള്ളത്. നമുക്ക് ഇവരുടെയൊക്കെ ഒരുപാട് തിരക്കും കാര്യങ്ങളും സംഭവമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്താ അറിയോ, ഈ പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാർ കുറേ കാലങ്ങളായിട്ട് ഇവരെ ബിഗ് സ്ക്രീനിൽ കാണുന്നതിന് കൂടെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്ത് പിന്നെ ജസ്റ്റ് ഒരു കൈകൊണ്ട് കാണിക്കൽ മാത്രം മതി ഇങ്ങനത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ അവർക്ക് അത് മതി. ഒന്ന് കൈകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമായി അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് മമ്മൂക്ക ഇത് എന്താ പറയുക, ഈ താരാരാധനയുടെ കൂടെ വേറൊരു സംഗതിയും കൂടെ പോകുന്നുണ്ട്. ഫാൻസ് തമ്മിൽ ചെറിയൊരു ഫൈറ്റ് പോലെ ഒരു സംഗതി ഉണ്ട്. അതായത് മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. അതിൽ മമ്മൂക്കയും ലാലേട്ടനും ഉണ്ടാതെ പോയി എന്നല്ല, മമ്മൂക്ക കൈകൊണ്ട് കാണിച്ചു, ലാലേട്ടൻ കാണിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ ഫാൻസ് തമ്മിലുള്ള മമ്മൂക്കയും ലാലേട്ടൻ്റെ ഫാൻസ് തമ്മിലുള്ള ചെറിയൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഇതുവരെ ലാലേട്ടൻ തരാത്തൊരു എക്സ്പ്ലനേഷൻ ഇപ്രാവശ്യം ലാലേട്ടത്തിനൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. പുള്ളി പറയുന്ന കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. പക്ഷെ എന്നാലും കൂടി ഒരു ചെറിയൊരു കൈകൊണ്ടുള്ള ഒരു വേവിങ് മാത്രം മേക്സ് എ ബിഗ് ഡിഫറൻസ്. അപ്പം നമുക്ക് ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 43 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി എനിക്ക് അന്ന് മുതൽ എത്രയോ ജനറേഷനിൽ കൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി എൻ്റെ കൂടെ ഫോട്ടോ എടുത്തത് അവരുടെ മകൾ 10ാം ക്ലാസ്സിൽ വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭാഗ്യമാണ് അല്ലേ. എൻ്റെ കൂടെ അഭിനയിച്ച എത്രയോ പേര് നമ്മൾ ചില എയർപോർട്ടിൽ ഹലോ അങ്കിൾ എന്ന് പറഞ്ഞാൽ വലിയ മീശയൊക്കെ വെച്ച് ഡോക്ടറാണ്, എയർഫോഴ്സിലാണ്, വലിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയം മാറിയ അന്നത്തെ പോലെയല്ല, അന്നത്തെ പോലെ ഒരു ജേർണലിസം അല്ല, അന്നത്തെ പോലെയുള്ള സിനിമകളല്ല, എല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഈവൻ നമ്മുടെ ഫോണായാലോ നമ്മുടെ ശരീരമായാലോ നമ്മുടെ ഉടുപ്പായാലും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കാൻ പോകില്ല. ഇപ്പോൾ ഒരു പക്ഷേ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല, അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പോലെയല്ല സിനിമ, അവർക്ക് പോയേ പറ്റുള്ളൂ, നമുക്ക് പോകാൻ പറ്റില്ല, ഭയങ്കരമായ ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ ഗുരുവായൂർ കല്യാണത്തിന് പോയി, ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കാറ് നിർത്തി ഗ്ലാസ് താക്കാൻ പറ്റില്ല, പേടിയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് കൊണ്ടുപോകുന്ന ആൾക്കാർ. അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് സാധിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംവേദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇപ്പോൾ ഹരീഷ് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല പണ്ട് മുതലേ. ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കണമെന്ന് നിയമമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു മനുഷ്യനാണ്, നമുക്ക് ഒരുപാട് പിന്നെ മൂഡുകളുണ്ടാകാം, സൗകര്യങ്ങളുണ്ടാകാം, അസൗകര്യങ്ങളുണ്ടാകാം. അതിനനുസരിച്ചുള്ള ഒരു റിഫ്ലെക്സാണ്. അല്ലാതെ മനഃപൂർവ്വം ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ടെൻഷനാണ്, ചിലപ്പോൾ എന്തെങ്കിലും അയാൾ അതിൻ്റെ ഉള്ളിൽ കൈ വയ്ക്കാം. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളവർക്കാണ്. അതാണല്ലോ ഇപ്പോൾ പല വലിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ കൂടെയുള്ള ആൾക്കാർ പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അതിലുള്ള ഒരു ഭയം, ഒരു സ്നേഹത്തിലുള്ളൊരു ഭയം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ലാലേട്ടൻ പ്രതികരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ കലാകാരന്മാരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ഒരുപാട് മനസ്സുകളൊക്കെ വെച്ച് ഇങ്ങനെ ജീവിക്കുക, അതെ അങ്ങനത്തെ ഒരു ജോലി ചെയ്യണവരാണല്ലോ. അപ്പോൾ മൂഡ് സ്വിങ്സ് ഒക്കെ സ്വാഭാവികമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അധികമുള്ള ഒരാളല്ല. അതെ, നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരോടും നന്നായി പെരുമാറുന്നൊക്കെ കാണുമല്ലോ. അപ്പോൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണേ? അതെങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊക്കെ അത് പഠിക്കില്ല, അതുകൊണ്ട് എനിക്കറിയാത്ത കാര്യമാണ്. ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ്, ആദ്യം മുതലേ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും എന്നിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കില്ല. അപ്പോഴാണല്ലോ കുഴപ്പമാകുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്യുന്നു, അല്ലാതെ നിങ്ങളെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അപ്സെറ്റ് ആവും. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. പറഞ്ഞൊരു പോയിന്റ് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഒരുപാട് വർഷങ്ങളിൽ 43 വർഷമായില്ലേ സിനിമയിൽ വന്നിട്ട് വരില്ലേ. കാരണം വെച്ചാൽ അവർക്ക് ഇതൊക്കെ കണ്ട് മടുത്തിട്ടുണ്ടായിരിക്കാം, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, അവരെ കൊണ്ട് പറ്റുമെങ്കിൽ കാണുന്ന സിറ്റുവേഷനിലാണെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ വരുന്ന സമയത്തൊക്കെ കാണുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഒരു കൈകൊണ്ട് കാണിക്കില്ല. കാരണം അവരുടെ മനസ്സിലെന്താ, അവരുടെ അപ്പുറത്തെ തിരക്കെന്താണെന്നും നമുക്കറിയില്ല, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ സത്യമാണ്. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ കമൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അവരെ സൈഡ് നിൽക്കല്ല കേട്ടോ. ഞാൻ പറയാം, അനാവശ്യമായിട്ടുള്ള താരാരാധന എന്തിനാ ചെയ്യുന്നത് ഞാൻ ചിന്തിക്കുന്നുണ്ട്.
പക്ഷേ ഇത് പറയുന്ന സമയത്തും എനിക്കുണ്ടായ ഒരു പേഴ്സണൽ അനുഭവം. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോ, അതായത് ഞാൻ ദുബായിൽ വെച്ചിട്ട് മമ്മൂക്കാൻ്റെ കൂടെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇനിയിപ്പോൾ മമ്മൂക്കാൻ്റെ സൈഡ് ചെയ്ത് പറയാൻ ലാലേട്ടനതാക്കി പറയുന്നില്ല, എൻ്റെ അനുഭവം വെച്ചിട്ടില്ല. ഞാൻ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പറയാനില്ല. പക്ഷേ മമ്മൂക്കാനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വളരെ യാദൃശ്ചികമായിട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ ഞാൻ അന്നും ഈ കാണുന്ന സമയത്തും അതെ, അന്ന് സത്യമായിട്ട് ഇനി പറയാൻ പോണ കാര്യങ്ങളുള്ള കാര്യം തന്നെയാണ്. ഞാൻ ലാലേട്ടൻ ഫാനാണ്. ഞാനും അതെ, കൂടെ നിൽക്കുന്ന എൻ്റെ കോബ്രദറാണ്, അതായത് വൈഫിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും. എൻ്റെ വൈഫ് എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ദുബായിൽ വെച്ചിട്ട് ദുബായ് മോളിലൂടെ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് മമ്മൂക്ക പാസ് ചെയ്യുന്നത് കാണാണ്. ഓക്കെ, സത്യത്തിലുണ്ടായ സംഭവം കേട്ടോ. ആ സമയത്ത് ഞാനും അനൂട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കോബ്രദറും ഞങ്ങൾ രണ്ടുപേരും ലാലേട്ടൻ ഫാൻസ്. ഞങ്ങളൊക്കെ ലാലേട്ടൻ്റെ ഫാൻസാണ്. വേറെ ഫാദർ ഇൻ ലോ മമ്മൂക്കാൻ്റെ ഫാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതേമാതിരി കളിയാക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, മമ്മൂക്കാനെ പറ്റി അതുകൊണ്ട് പറഞ്ഞിട്ട് ശരിക്കും സീരിയസ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര, പക്ഷേ അയച്ചിട്ട് മമ്മൂക്കാനെ ദേഷ്യ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ മമ്മൂക്ക അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ ദുബായ് മോളിൽ നിൽക്കുന്ന സമയത്ത് മമ്മൂക്ക എതിരിൽ നിന്ന് അവിടെ നിന്ന് നടന്നിങ്ങനെ വരിക. നടന്നു വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു സീനുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർക്ക് നമുക്ക് ഈ കൈ കൊണ്ട് കാണിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിൽ തങ്ങും. കാരണം അവർ ലൈഫിൽ പിന്നെ അത് ചില്ലറ സംഗതിയല്ല, അത് ഉള്ളവർക്ക് മനസ്സിലാവില്ല, അല്ലാത്തവർക്ക് ഒരു കളിയാക്കൽ പോലെ തോന്നിയിരിക്കട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് മമ്മൂക്കനെ പെട്ടെന്ന് കാണുമ്പോൾ മമ്മൂക്ക എന്ന് വിളിച്ചു. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിളിച്ചു പോകണം കേട്ടോ, മനഃപൂർവ്വം തന്നെ. അവിടെ ആരും മമ്മൂക്കനെ ശ്രദ്ധിക്കുന്നില്ല. മമ്മൂക്ക് ഒരു 3-4 പേരുണ്ട്. മമ്മൂക്ക എന്ന് വിളിച്ചു. പുള്ളി ഇത് കേട്ട ഒരു ഭാവം പോലും നടിച്ചില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയാൻ പോണ ഫുള്ള് കേട്ടോളൂ. പുള്ളി കേട്ടു എന്നുള്ളൊരു സംഗതി നടിച്ചു. ഞങ്ങൾ കുറേ വിളിച്ചു. അപ്പോൾ മോനും ഒക്കെ, മോനും ചെറിയ കുട്ടിയാണ്, 3-4 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വിളിച്ചു മമ്മൂക്ക 5-6 വയസ്സുള്ള പോലെ മമ്മൂക്ക, ചേച്ചിയുടെ മോളുടെ വൈഫിൻ്റെ. പുള്ളി മൈൻഡ് ചെയ്തില്ല. അതായത് ഒരാളുടെ വിളി അവിടെ നിന്ന് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ തിരിഞ്ഞിട്ടൊരു കൈ കാണിക്കൽ മാത്രം മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ പുള്ളി മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ഞങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് ശരിക്കും വിഷമവും ദേഷ്യവും വന്നു. അല്ല, ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കണം. അപ്പം ദുബായിലൊക്കെ ചെല്ലുന്ന സമയത്ത് മലയാളികൾ ഒരാളൊക്കെ ഒന്നിങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് കൈകൊണ്ടൊരു ആക്ഷൻ മാത്രം നമുക്ക് മതി എന്നുള്ള കണ്ടീഷനിൽ ഞങ്ങൾ തിരിച്ചു വന്നിരുന്നിട്ട് ഞങ്ങൾ പറഞ്ഞു. പിന്നെ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി, എന്നാലും ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ നേരെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങുക. താഴേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് കുറ്റം പറയും. അച്ഛനെ ഒന്ന് വിളിച്ച് പറയണം ഇങ്ങനെ ഉണ്ടായി, അച്ഛൻ എന്ന് പറഞ്ഞാൽ ഫാദറിനെ വിളിച്ച് പറയണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഫാദറിൻ്റെ ഭയങ്കര ബിഗ് മമ്മൂക്ക ഫാനാണ്. അവരും അമ്മാവനും എല്ലാവരും മാമയൊക്കെ ബിഗ് മമ്മൂക്ക ഫാൻസ്. ഒന്ന് വിളിച്ച് പറയണം എന്നും പറഞ്ഞിട്ട് ഇറങ്ങുക. അങ്ങനെ ഞങ്ങൾ താഴെ ഒരു പാർക്കിംഗ് ലോട്ടുണ്ട്, വണ്ടി ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ആ പാർക്കിംഗ് ലോട്ടിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് ഒരാൾ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത്, അല്ല മമ്മൂക്ക അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇയാൾ വന്നിട്ട് പറയാം മമ്മൂക്ക അവിടെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സീരിയസ്ലി ഉണ്ടായ സംഭവം, കുഴപ്പമില്ല പറഞ്ഞു. അല്ല മമ്മൂക്ക അവിടെ ഉണ്ട്, ഫോട്ടോ എടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട. ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു ഇല്ല വേണ്ട കുഴപ്പമില്ല വേണ്ട. അപ്പോൾ ഇങ്ങനെ മനസ്സിങ്ങനെ മാറി തുടങ്ങിയിട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ല മമ്മൂക്ക വിളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി, മമ്മൂക്ക വിളിക്കേ. അപ്പോൾ ഞങ്ങൾ എന്നാ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കാരണം എത്ര എക്സൈറ്റഡ് ആണ്. കാരണം മമ്മൂക്കനെ പോലെ ഇത്ര വലിയ ഒരു മനുഷ്യൻ, അതായത് ലാലേട്ടനാണെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ വലിയൊരു മനുഷ്യൻ. അപ്പോൾ നമുക്ക് ഭയങ്കര ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്ത സംഭവം. അപ്പോൾ പറഞ്ഞു മമ്മൂക്ക വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഓടി ചെന്നപ്പോൾ പുള്ളി അവിടെ ഞങ്ങളെ കാത്തിക്കുക. പുള്ളി ആ ലിഫ്റ്റിൻ്റെ അടുത്ത് സീരിയസ്ലി ഉണ്ടായ സംഭവമാണ്. അതാണ് ഈ ഒരു ഫോട്ടോ. അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ മാത്രമല്ല, അന്ന് നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞൊരു സംഗതി അവിടെ ഉണ്ടായില്ല. ഈ വ്ളോഗും ചാനലൊന്നും ഇല്ലല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ കൂടെ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കായിരുന്നു. പുള്ളിക്ക് അത് വിഷയമായിരുന്നില്ല. അങ്ങനെ ചെന്ന സമയത്ത് പിന്നെ എന്താ പറയുക, ചെന്നപ്പോൾ പുള്ളി കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. മോനന്ന് പല്ലൊക്കെ പോയിക്കുന്നു. എന്താ നിൻ്റെ പല്ലൊക്കെ ആര് കൊണ്ടുപോയി വർത്താനൊക്കെ പറഞ്ഞു. സീരിയസ് ആയിട്ട് പറയാം, പുള്ളി അതെന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇടയിൽ വെച്ച് മിണ്ടണ്ടെന്ന് വെച്ചിട്ട് പുള്ളി ആ പാർക്കിംഗ് ലോട്ടിലേക്ക് അവിടുന്ന് മാറി ഈ ആളെ വിട്ടതാണ് പറഞ്ഞത്. പുള്ളി ആ കൂടെയുള്ള ആളെ അന്ന് വിട്ട് ഞങ്ങളെ വിളിപ്പിച്ച് കാണാൻ വേണ്ടി നിന്നതാണ്. എന്നിട്ട് മാത്രമല്ല ഞങ്ങൾ മഞ്ചേരിയാണല്ലോ. അപ്പോൾ പുള്ളി അന്ന് മഞ്ചേരിയായിട്ട് പിന്നെ ഇതിൽ എന്താ പറയുക ഈ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന സമയം. അപ്പോൾ ആ സമയത്ത് പുള്ളി പിന്നെ അന്നത്തെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ മാത്രമല്ല ഫാദർ ഇൻ ലോൻ്റെ ഇത് വിദ്യയുടെ വൈഫിൻ്റെ അമ്മയുടെ അച്ഛൻ ഇവിടെ പോലീസിലൊക്കെ ആയിരുന്നു. അപ്പം പുള്ളിനെ അറിയാം. പിന്നെ ഒരു തള്ളും കൂടി, തള്ളല്ല സത്യമാണ്. കാരണം ആ സമയത്ത് മഞ്ചേരി എൻ്റെ മദർ ഇൻ ലോൻ്റെ കല്യാണത്തിനൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം അന്ന് നമുക്ക് വക്കീലുണ്ട്, സിനിമയിലില്ല. ഓക്കെ, അപ്പം അന്ന് സിനിമയിലില്ലാത്തൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തള്ളി വിടല്ല കേട്ടോ, ഉള്ള കാര്യം തന്നെയാണ്. മഞ്ചേരിയുള്ളവർക്ക് അറിയാൻ സമയത്ത്. അപ്പോൾ ഇങ്ങനൊരു സംഗതി ഉണ്ടായി. പുള്ളിയോട് സംസാരിച്ചു, ഒന്ന് ഫോട്ടോ എടുത്തു. ഭയങ്കര ഗ്ലാമറാണ് പുള്ളി. അത് പോട്ടെ, നമുക്ക് അറിയണ കാര്യമാണ്. പക്ഷെ അതല്ല, പക്ഷെ ഞങ്ങൾക്കുണ്ടായൊരു റിയൽ അനുഭവമാണിത്. കാരണം പുള്ളി കൂടെ നിന്ന് ആ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ അതൊന്നുമല്ല. നമുക്ക് എന്താ വെച്ചാൽ ഒരു കൈ കൊണ്ട് കാണിക്കൽ, ജസ്റ്റ് ഒരു വേവിങ് മാത്രമാണെങ്കിൽ തന്നെ
ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അതുപോലെ ലാലേട്ടൻ ചെയ്യുന്നുണ്ടായിരിക്കാം, ചെയ്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, ചെയ്യണം എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഈ ഗുരുവായൂർ വന്ന കണ്ട ആൾക്കാരൊന്ന് ഇറങ്ങി ചെന്ന് കണ്ട് അവരെ കൂടെ പോയി ഫോട്ടോ, ഇപ്പോൾ ലാലേട്ടൻ അതിൽ എക്സ്പ്ലനേഷൻ കൊടുത്ത പോലെ കയ്യിൽ അവർക്ക് സുരക്ഷയാണ്, അതാണ് തട്ടിമാറ്റി എന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി രണ്ട് ഭാഗം ഇതിനെ പറയും, രണ്ട് ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന രണ്ട് ഭാഗം ഇതിനുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു ചെറിയൊരു ജസ്റ്റർ ഉണ്ടല്ലോ, ഒരു കൈ കൊണ്ട് കാണിക്കൽ മാത്രം മതി. അതുപോലെ ശബരിമലയിൽ നിന്ന് ഉണ്ണിമൂന്തനെ കണ്ടത്, ഉണ്ണിമൂന്തൻ ഓടി കയറി പോകുന്ന സമയത്ത് ഞാൻ പിന്നാലെ കയറി ചെന്നിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി കൂടെ നിന്ന് എൻ്റെ മോളുടെ റീൽസൊക്കെ ഷെയർ ചെയ്തിരുന്നു ഉണ്ണി. അപ്പോൾ ആ ഉണ്ണി വീഡിയോ ഒക്കെ എടുത്ത്, ആ വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വെച്ചാൽ അത് വൺസ് ഇൻ എ ലൈഫ് ടൈമാണ്. വെച്ചിട്ട് അവരെ പിന്നാലെ നടന്ന് അവർ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതാക്കില്ല അതാക്കില്ല എന്ന് പറയല്ല. പക്ഷെ നമ്മളെ പ്രതിഷേധമല്ല, നമ്മുടെ ആ ഒരു വിഷമമാണ് അവരോട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ അവരെ കംപ്ലീറ്റ് ആയിട്ട് അവരെ സൈഡ് ചെയ്യുന്നില്ല, ലാലേട്ടനെ സൈഡ് ചെയ്യുന്നില്ല, കുറ്റം പറയില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഈ ചെറിയ കാര്യങ്ങൾ, ചെറിയ കൈ കാണിക്കലും സംഭവമൊക്കെ ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. പക്ഷേ ഓൺ ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കുന്നു, വിമർശിക്കുമ്പോൾ തന്നെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നു ഇവരും മനുഷ്യരാണ്, ഇവർ നമ്മളെക്കാൾ ഒരുപാട് തിരക്കുള്ള മനുഷ്യരാണ്, ഇവർക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇവരുടെ ലൈഫ് എന്താണെന്ന് നമുക്കറിയില്ല, ഇവരുടെ ടെൻഷൻസ് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ കാണുമ്പോൾ വളരെ ലക്ഷറിയസ് ആയിട്ട് സംഗതി പോകുന്ന ആൾക്കാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഞാൻ വിമർശിക്കുന്ന ഞാൻ തന്നെയാണ് പറയുന്നത്, ഞാനും അത് മനസ്സിലാക്കുന്നു, ഞാൻ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ എത്ര മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് പറയൂലേ, അത് ചെയ്തിരുന്നെങ്കിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പറയണം തോന്നി.